Just few years. For passion for cinema, so it's so nice to see them receiving all this amazing feedback. We're really brave and wishing the best for the entire team of Arjun. And Amala, everyone is saying that this film deserves a national award and even an Oscar. What do you have to say? I think an Oscar for sure. And when are you getting back to Bollywood after Pola? Congratulations. Just few years. അടിപൊളി. ഇപ്പം കൃത്യമായിട്ട് ഫസ്റ്റ് ഷെഡ്യൂളാണല്ലോ ഒരുമിച്ച് അഭിനയിച്ചത്. അപ്പം അല്ല ഫസ്റ്റ് ഷെഡ്യൂളിലാണല്ലോ പൃഥ്വിയുടെ സീക്വൻസ് അഭിനയിച്ചത്. അതിനുശേഷം പൃഥ്വിയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ നെട്ടിയോ ശരിക്കും. Transformation കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി and I felt very emotional also seeing him go through all that and I hope it'll be worth it. Thank you. ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് ബ്ലസ്സി. ഇപ്പോൾ കാഴ്ച തൊട്ടിട്ട് പ്രണയവും പളങ്കും ഒക്കെ അതിൽ ഉൾപ്പെടും. അപ്പോൾ മറ്റൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആടുജീവിതം അത് മലയാളം ഏറ്റവും വായിച്ചിട്ടുള്ള നോവൽ. അപ്പോൾ അതിൻ്റെ ഒരു ചലച്ചിത്ര ഭാഷ എങ്ങനെയാവുമെന്നാണ് പ്രതീക്ഷ. എന്താണ് ആടുജീവിതത്തെ പറ്റി പറയാനുള്ളത്? ആടുജീവിതം നമുക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാക്കുന്നുണ്ട്. ആസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ആൾക്കാർ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുന്നു. എ ആർ റഹ്മാൻ ഉൾപ്പെടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ നമ്മുടെ സിനിമയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും ഇവരുടെയൊക്കെ സിനിമ, പ്രത്യേകിച്ച് ബ്ലസ്സിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിനിമാക്കാരനാണ് കുറച്ച് സിനിമയാണ് കാഴ്ച. സോ അതിൻ്റെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് വലിയ അഭിമാനവും സന്തോഷമാണ്. കാതലിനേഷം മറ്റൊരു മമ്മൂക്ക സിനിമ ഉണ്ടാവുമോ? ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇല്ല, ആയിട്ടില്ല. താങ്ക് യു. ചെറിയൊരു പാട്ട് എനിക്കുണ്ടായിട്ടുണ്ട്, ഒരു ചാൻസ്. ഐ എം ഓഫ് പാർട്ട് ഓഫ് ദിസ് ഓൾസോ. സോ ഇതൊരു വലിയ പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. സോ ഞാൻ അധികം പറയുന്നില്ല. റിലീസ് കഴിഞ്ഞിട്ട് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് പറയാം. സോ താങ്ക് എല്ലാ പ്രൊഡക്ഷൻ കോസ്റ്റായാലും ടെക്നീഷ്യൻ സൈഡിലായാലും എ ആർ റഹ്മാൻ സാറാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഹൗ പ്രൗഡ്? എക്സ്ട്രീംലി പ്രൗഡ്. ഞാനിപ്പോൾ പല സ്ഥലത്തും പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം മലയാള സിനിമ ഭയങ്കര നല്ലൊരു സമയത്തോടെയാണ് കടന്നുപോകുന്നത്. കാരണം പല നല്ല സിനിമകൾ വരുന്നു, പല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അത് ഈക്വലി അർഹിക്കുന്ന ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു ഭയങ്കര നല്ലൊരു സമയത്താണ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിംസ് വണക്കാം. ആൻഡ് ആടുജീവിതം എനിക്ക് നമ്മളെല്ലാവരും മിക്കവാറും ആൾക്കാരും വായിച്ചൊരു പുസ്തകമാണ്. നമ്മൾ അഡാപ്റ്റേഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അത് ചെയ്തിരിക്കുന്ന ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സുമാണ്. ഇതിൻ്റെ പുറകെ പോയിരിക്കുന്ന എഫേർട്ട്, ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന സ്റ്റെഫിയാണ്. സ്റ്റെഫി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെ ഇത് ഓരോരോ സമയത്ത് ഇതിൻ്റെ സ്ട്രഗിൾ എന്തായിരുന്നു. ഇപ്പോൾ ആദ്യ ചേച്ചി ഇതിൻ്റെ പി ആർ ഇവരൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ നടക്കുന്നൊരു സ്ട്രഗിൾ. അത്രയും കടമ്പകൾ കടന്നാണ് ഫൈനലി സിനിമ ഇറങ്ങാൻ പോകുന്നത്. ഹൈ ഹോപ്സ് ആണ്. കാരണം ട്രെയിലർ കണ്ടിട്ടും കൂടെ ഭയങ്കര ഹൈ ഹോപ്സ് ആണ്. ഐ റിയലി ബിലീവ് ദറ്റ് ദ ഫിലിം ഇസ് ഗോണ ലിവ് അപ്പ് ടു അവർ എക്സ്പെക്ടേഷൻ. താങ്ക് യു.